ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇത് ഈ കാണുന്ന ഈ പുൽമേടിനെ പറ്റി വൈശാഖ് എന്നോട് പറഞ്ഞു. വൈശാഖ് നിങ്ങളോട് പറയടാ. ഈ കാണുന്ന അതിന്റെ അടിയിൽ റോമൻ പടയാളികളെ അടക്കിയിരിക്കുന്ന സ്ഥലം എന്നാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് മുകളിൽ അവര് ഡയറക്റ്റ് ബിൽഡിങ്സ് ഒന്നും കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടൊക്കെ വീട് വെച്ചത്, അവിടെ വീട് വയ്ക്കാത്തത്. പിന്നെ അത് മാത്രമല്ല, മിഡീവൽ റോമൻ റോഡ്സ്, അതായത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ റോഡ്സ് ആ റൗണ്ട് അബൌട്ടിന്റെ അടിയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിന്റെ റെമനൻസ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. അതിനടിയിൽ ഇത് നമ്മൾ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹെറിറ്റേജിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർക്കിയോളജിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഹലോ, ഞാനിന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫിറ്റിംഗ് ബാഗെല്ലാം പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറി കുറച്ച് ദൂരോട്ട് യാത്ര ചെയ്യുന്നു. എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഇപ്സിച്ചിലേക്കാണ് പോകുന്നത്. ഇപ്സിച്ചിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീക്കെൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്സിച്ചിലാണ്. അപ്പം റെഡിക്കിൽ നിന്ന് ട്രെയിൻ കയറി പാഡിങ്ടൺ വന്നു. പാഡിങ്ടണിൽ നിന്ന് അടുത്ത ട്രെയിൻ കയറി ഇപ്പം സ്ട്രാറ്റ്ഫോർഡ് വന്നിരിക്കാം. സ്ട്രാറ്റ്ഫോർഡിൽ നിന്ന് അടുത്തൊരു ട്രെയിൻ, ഗ്രേറ്റർ ആംഗ്ലിയ എന്ന ട്രെയിൻ കയറിയിട്ടാണ് ഇപ്സിച്ചിൽ പോകുന്നത്. അപ്പം ആ ട്രെയിൻ കാത്ത് പ്ലാറ്റ്ഫോം നമ്പർ 10 ഞാൻ നിൽക്കുവാണ്. അങ്ങനെ ഞാൻ കാത്തു നിന്ന് എൻ്റെ ട്രെയിൻ എത്തി, ഗ്രേറ്റർ ആംഗ്ലിയ. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പ്രത്യേകം സീറ്റൊന്നും അസൈൻ ചെയ്തിട്ടില്ലായിരുന്നു, ഏത് സീറ്റിൽ വേണമെങ്കിൽ ഇരിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഈ ട്രെയിനിലൊരു കോഫി ബാറാണ്. ഒരു ഹോട്ട് ഡ്രിങ്കും ഒരു കേക്കും കൂടെ 4.10 പൗണ്ട്. പിന്നെ ബിയർ താല്പര്യമുള്ളവർക്ക് ബിയർ കിട്ടും. സാൻഡ്വിച്ച് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള ട്രെയിനാണ്. അങ്ങനെ ഇപ്സിച്ചെത്തി നമ്മളെ കാത്ത് വൈശാഖ് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഇറങ്ങണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുത്ത് ടിക്കറ്റ് ഇങ്ങനെ പുറത്തിറങ്ങി. വൈശാഖ്, വെൽക്കം ടു അരുൺ ഫിഷ് വ്ളോഗ്സ്. കാർ പാർക്കിംഗ് അങ്ങനെ ഇപ്സിച്ചെത്തി. ഇത് ആനന്ദേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഗോപ്രോ ഹീറോ 9. ഓക്കെ, ഇനി അതിന് മാത്രം ഇല്ല, വെയിറ്റ് ഒന്നുമില്ല. അപ്പം ഇനി വൈശാഖിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരം വെളുത്ത് ഇന്നലെ വീട്ടിൽ വന്ന് കയറിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി. ഇതാണ് വൈശാഖിൻ്റെ വീട്. ഒരു ഹോം ടൂർ ചെയ്തൊക്കെ വൈശാഖ. പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി. നമ്മളെങ്ങോട്ട് പോകുന്നടാ? അങ്ങനെ വൈശാഖിൻ്റെ ഹെയർ കട്ടിങ് ഡേ ആണ്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇപ്സിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇന്നൊരു ശനിയാഴ്ച ആയിട്ട് വൈശാഖ് decided for a haircut. Decided to have a haircut. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. സ്ഥലമെത്തി വൈശാഖ്? ഞാൻ മുടിയിട്ടെന്ന് തോന്നുന്നില്ല, അവൻ വന്നപ്പോൾ കൂടെ വന്നതേ ഉള്ളൂ. എനിക്കിത് ഇനി എന്ത് വെട്ടാൻ. ഇവിടെ എത്ര രൂപടാ മുടിയിട്ടാൻ? 13 പൗണ്ട്. 13 പൗണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ് 13. ലണ്ടനിലൊക്കെ 15 സ്റ്റാർട്ടിങ്. ചില സ്ഥലങ്ങളിൽ 10 വെട്ടുന്നവരുണ്ട്, ഈസ്റ്റ് ലണ്ടൻ സൈഡൊക്കെ. സ്കിൻ ഫെയ്ഡാ വൈശാഖ? സ്കിൻ ഫെയ്ഡ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ട് നമുക്ക് കോപ്പിറൈറ്റിന് വെല്ലുവിളി ആകുമോ എന്നാണ് എൻ്റെ ആശങ്ക. മോണിറ്റൈസേഷൻ ആയാലും കോപ്പിറൈറ്റ് ചെയ്തോളൂ, പേടിക്കണം. Bro, what's your name? Muhammad. Are you from? Kurdistan. Kurdistan.
Kurdistan, yeah. When I was in East London side, my barber also from Kurdistan. I have so many friends back in Manchester as well. From Kurdistan. Yeah. Is it near to Iraq, right? Even Iraq, northern Iraq. Northern Iraq. Iran. Iran. Iraq, Iraq. Iraq, Oh, Iraq, Iraq. okay. Northern Iraq. വൈശാഖ ഈ കഴിക്കുന്ന ട്രിമ്മറിന് എത്ര രൂപ എന്നാണ് പേരും പറയുന്നത്? 300 pound. 300 പൗണ്ട്. Bro, is it 300 pounds? Yeah, I'll put 300 pounds. Okay. It's Lamborghini, no? Oh, Lamborghini. Okay. Original ആണ്, ഷാഫിനാണ് ഒറിജിനൽ ലംബോർഗിനി. Yeah. ശരിക്കും പറഞ്ഞാലേ നമുക്കറിയാൻ വളരെ ഒരു കൺവേ ചെയ്ത് കൊടുക്കാനുള്ള ലാംഗ്വേജ് നമുക്കും അവർക്കും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇവിടെ മുടി വെട്ടുന്നത് സെറ്റാണ്. പലപ്പോഴും പല മലയാളികളും പറയുന്നത് മുടി വെട്ടാൻ ശരിയാവുന്നില്ല. പലരും മുടി നീട്ടി വളർത്താനുള്ള കാര്യവും ചില ഷോപ്സിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും, അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. നമ്മൾ ആൾക്കാർക്ക് ഹിന്ദി അത്ര പോരായിരിക്കും. അപ്പോൾ ഈ ലാംഗ്വേജ് ബാരിയർ വരുന്നതാണ് കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വൈശാഖ് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു. നല്ല പ്രൊഫഷണൽസ് ആണ്. ഇവരുടെ സ്കിൻ ഫെയ്ഡ് ഭയങ്കര നല്ലതാണ്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ നാട്ടിൽ പോയപ്പോൾ സ്കിൻ ഫെയ്ഡ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ സ്കിൻ ഫെയ്ഡ് ആ ഒരു ഹെയർ സ്കിൻ ഫെയ്ഡ് ചെയ്യുന്ന സ്ഥലവും ഹെയർ വരുന്ന സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത്, ഈസ്റ്റ് ലണ്ടനായ സമയത്ത് ഇതുപോലെ കുർദിസ്ഥാൻ ബാബേഴ്സിൻ്റെ അടുത്ത് വരെയും കട്ട് ചെയ്തിരുന്നു. അവിടെ അന്ന് കട്ടിങ്ങും ബേഡ് ഷേപ്പും കൂടെ 25 ഉണ്ടാവും. പക്ഷേ പെർഫെക്ഷൻ സൂപ്പറാണ്. പിന്നെ അവർ നമുക്ക് ചേരുന്ന സ്റ്റൈലേ അവർ തരുള്ളൂ. ഞാൻ പറയും ഇവിടെ കുറച്ച് മുടി കൂടുതലാണ്, അതൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയും നോ ബ്രോ ഇറ്റ്സ് നോട്ട് സ്യൂട്ട്സ് ഫോർ യു എന്ന് പറയും. അപ്പം എനിക്ക് കുറച്ച് പ്രൊഫഷണലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വർക്ക് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. So how many years of experience you have in this field? Like what? 1 year? No, like 5 years. 5 years? Yeah. ഈ പയ്യൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് മറ്റേ ശുഭ്മാൻ ഗില്ലിൻ്റെ ഹെയർ സ്റ്റൈൽ പോലെ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പേരിൽ ഈ സെയിം പേരിൽ വേറൊരു ഷോപ്പുണ്ട്. അപ്പം സെയിം ഓണറായിരുന്നു, പക്ഷേ അയാളത് 2 പേർക്കായിട്ട് സെല്ല് ചെയ്തു. ഈ സെയിം നെയിമിൽ വേറൊരു ഷോപ്പും ഉണ്ടായിരുന്നു. 2 ഷോപ്പുണ്ട് ഇപ്സ്വിച്ചിൽ ടോട്ടൽ. സെയിം ഓണറായിരുന്നു രണ്ടും. പക്ഷേ അയാളത് 2 പേർക്കായിട്ട് സെല്ല് ചെയ്തു. അതാണ് പയ്യൻ പറഞ്ഞ് ഈ കോപ്പ് ഡെയിലിയുടെ അടുത്തുള്ളതാണ് ഷോപ്പ് എന്നുള്ളത് വീഡിയോയിൽ പറയണേന്ന് അപ്പം എൻ്റെ പ്രത്യേകം പറയുന്നുണ്ട്. വൈശാഖ് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇത് ഈ കാണുന്ന ഈ പുൽമേടിനെ പറ്റി വൈശാഖ് എന്നോട് പറഞ്ഞു. വൈശാഖ് നിങ്ങളോട് പറയടാ. വളരെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു ബിൽഡർ തന്നത്. ബിൽഡർ അല്ല, ഒരു ഹാൻഡിമാൻ വന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതാണ്, അയാള് ഈ ഭാഗം പക്ഷെ അയാള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന അതിന്റെ അടിയില് റോമൻ പടയാളികളെ അടക്കിയിരിക്കുന്ന സ്ഥലം എന്നാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് മുകളിൽ അവര് ഡയറക്റ്റ് ബിൽഡിങ്സ് ഒന്നും കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടൊക്കെ വീട് വെച്ചത്, അവിടെ വീട് വയ്ക്കാത്തത്. പിന്നെ അത് മാത്രമല്ല, മിഡീവൽ റോമൻ റോഡ്സ്, അതായത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ റോഡ്സ് ആ റൗണ്ട് അബൌട്ടിന്റെ അടിയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിന്റെ റെമനൻസ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. അതിനടിയിൽ ഇത് നമ്മൾ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹെറിറ്റേജിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർക്കിയോളജിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എവിടെ പോയാലും ഇങ്ങനെയുള്ള കുറച്ച് ആർക്കിയോളജിക്കലി ഉള്ള ഒരു കണക്ഷൻ അവനുണ്ട്. ആര്യനാടുകാരനാണ്. ആര്യനാട് ഇതുപോലൊരു ആർക്കിയോളജിക്കൽ കണക്ഷൻ ഉണ്ട്. അത് അറിയാന്നുള്ള നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് അറിയായിരിക്കും. അത് മറ്റൊരു വീഡിയോയിൽ പിന്നെ അതിനെ പറ്റി വിശദമായി പറയാം.
അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാനത് പറയാം എന്താണ് ഈ ആര്യനാടുള്ള ആർക്കിയോളജിക്കൽ ലിങ്ക് എന്നുള്ളത്. ഓക്കെ, നമ്മൾ വൈശാഖിൻ്റെ ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടെത്തി. ഇനി വൈശാഖ് നമ്മൾ കുളിച്ച് റെഡിയായി. നമ്മൾ എവിടെയാണ് പോകുന്നത്? ഫെലിക്സ്റ്റോ ബീച്ച്, ആൾട്ടൺ വാട്ടേഴ്സ്, പിന്നെ നീതം ലേക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്സ്വിച്ചിൽ. അപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവയെന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പം അതെല്ലാം അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പം ഈ വീഡിയോ എനിക്കറിയാം കുറച്ച് ട്രാവൽ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം, പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് തരണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.